ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ നോക്കിയാലൊക്കെ ട്രെൻഡായി കിടക്കുന്ന സാധനം എന്താണ്, എങ്ങനെ നമുക്ക് ബോഡി വെയിറ്റ് കുറക്കാം എന്നുള്ളത്. അപ്പോൾ ബോഡി വെയിറ്റ് കുറക്കണതിന് യഥാർത്ഥത്തിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നമുക്ക് പിന്നെ പല പല പരസ്യങ്ങൾ കാണാൻ പറ്റും. ഒരു 1 മന്ത് കൊണ്ട് 15 കിലോ കുറക്കാം, അല്ലെങ്കിൽ 20 കിലോ കുറക്കാം. 15 കിലോ ഒക്കെ സുഖമായിട്ട് കുറക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. മെഡിസിൻസ് ആയിട്ടും അല്ലെങ്കിൽ സപ്പോർട്ടീവ് ഡയറ്റ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ കുറക്കാം. ഐഡിയൽ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിന് ഹെൽത്ത് സപ്പോർട്ടോട് കൂടി നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റുന്നത് 1 വീക്ക് 1 kg എന്നുള്ള റേഷ്യോ ആണ്. മാക്സിമം 1.5. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മാസം 5 മുതൽ 7 കിലോ മാത്രമേ നമുക്ക് അങ്ങനെ കുറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 5 മുതൽ 8 കിലോ വരെ മാത്രം. അപ്പോൾ അതിന് സഹായകരമാവുന്ന എന്തൊക്കെ ഡയറ്റുകളാണ്, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ സെയ്ദ് മോഹസിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒബേസിറ്റി എന്നുള്ളത് ഇത് മോസ്റ്റ് കോമൺ ആണ്. ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളുടെയും സ്റ്റാർട്ടിംഗ് ആണ്. കാരണം നമ്മൾ പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കക്കാരനാണ് ഒബേസിറ്റി. ഒബേസിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരാൻ പോണത് ഡയബറ്റിക് ആണ്, യാതൊരു സംശയമില്ല. പിന്നീട് എന്താണ് വരുന്നത്? കാർഡിയോവാസ്കുലർ ഡിസീസാണ്. അപ്പം ഓരോ സ്റ്റെപ്പുകളും 1 by 1 ആയിട്ട് വരാനുള്ള കാരണം ഡയബറ്റിക്കും കാർഡിയാക് ഡിസീസും സ്ട്രോക്കും ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഇതിൻ്റെ ബേസിക് റീസൺ എന്താണ്? ഒബേസിറ്റിയാണ്. നിങ്ങൾക്ക് ഒബേസിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം എന്താണ് BMI വെച്ച് നോക്കാം. അപ്പോൾ അത് BMI ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒബേസ് ആണെങ്കിൽ, നിങ്ങൾ ആ ഒബേസിറ്റി ഫസ്റ്റ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല. മറ്റെന്താണ്, നിങ്ങളൊരു ജസ്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ, ഒരു വാതിൽ ഓപ്പൺ ചെയ്യാണ് ഡിസീസിന് വേണ്ടിയിട്ട്. പിന്നെ ഡയബറ്റിക് വരും, ഹൈപ്പർ ടെൻഷൻ വരും, കാർഡിയോവാസ്കുലർ ഡിസീസ് വരും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസാണ് എന്ത്? ഒബേസിറ്റി എന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ കൾച്ചർ അനുസരിച്ച്, ഇപ്പം നമ്മുടെ CBSE സിലബസ് അനുസരിച്ച് ഇപ്പം അടുത്ത റീസെൻ്റ് ആയിട്ട് നമുക്ക് പിന്നെ ജങ്ക് ഫുഡുകളൊക്കെ ബാൻ ചെയ്തിരുന്നു CBSE. കാരണം ബാക്കിയുള്ള സ്കൂളെ കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവായിരിക്കും. സ്കൂൾ ബസ് ടു സ്കൂൾ ആ ഒരു ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള നാടൻ സ്കൂളും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവായിരിക്കും. ഇവർ ക്യാൻറ്റീനിൽ പോയിട്ട് ബർഗറും പിസയൊക്കെ വാങ്ങിയിട്ട് അത് വളരെ ഡയബറ്റിക്കിന് കാരണമായിട്ട് കണ്ടെത്തി, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട്. പിന്നീട് എന്താണത്? ഒബേസിറ്റി കാരണമായി. അപ്പോൾ ബാൻ ചെയ്തു. ഇപ്പം റീസെൻ്റ്ലി എന്താണ്, ഈ സമൂസ കാര്യങ്ങളും ഫ്രൈഡ് ഐറ്റംസും കൂടി ഉൾപ്പെടുത്തി. കാരണം എന്താണ്? സെയിം ഇഷ്യൂസാണ് അവിടെ വരുന്നത്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ചേഞ്ചാണ്. പക്ഷെ നമ്മൾ ചേഞ്ച് ആവാത്ത ഒരേ ഒരു കാര്യം മാത്രമേ നമ്മുടെ ഭക്ഷണ രീതി എന്താണ്? പണ്ടും കഴിച്ചതിനേക്കാൾ ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഈ പറഞ്ഞ റിഫൈൻഡ് പ്ലെയിൻ റൈസ് അതാണ് ഏറ്റവും വലിയ വില്ലൻ. നമ്മൾ എത്രയാണ് ക്വാണ്ടിറ്റി കഴിക്കുന്നത്? പണ്ട് നമ്മൾ എത്രയാണോ റൈസ് കഴിച്ചിരുന്നത് അതിൻ്റെ ഡബിളാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കമ്പയർ ചെയ്യണം എന്താണ്, അതിലെ 100-ൽ 1 അംശം പോലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇന്നില്ല. സ്റ്റെയർ കയറേണ്ട ആവശ്യമില്ല, വണ്ടിയിൽ നടന്നു പോകേണ്ട ആവശ്യമില്ല, സൈക്കിൾ ചവിട്ടേണ്ട ആവശ്യമില്ല. ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അത്, വണ്ടിയിലായാലും സ്റ്റെയറിലായാലും ഫിസിക്കൽ വർക്കിലായാലും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ആ ജീവിത ശൈലിയാണ്. ഇപ്പം ഹൈ കലോറിക് ഫുഡ് കഴിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ റിഫൈൻഡ് ഇതിന് പുറമെ ഹൈ കലോറി ഫുഡ് കഴിക്കുകയാണ്. ഈ കലോറിയൊക്കെ എന്താണ്? ബോഡിയിൽ ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ BMI റേറ്റ് കൂടുമ്പോൾ എന്താവും? ബോഡിക്ക് അതിന് മതിയായിട്ടുള്ള, ഇപ്പം ഒരാൾക്കൊരു ഏരിയയിൽ ഇപ്പോൾ ക്യാമറയാണെങ്കിൽ ആ ഒരു ക്യാമറ സറൗണ്ടിങ്സിൽ മാത്രമേ അതിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുള്ളൂ. അപ്പോൾ അതിന് വൈഡ് ലെങ്ത്ത് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റഡ് അല്ല, പല പല പ്രശ്നങ്ങളും തുടങ്ങും. അതുപോലെ ബോഡിയിൽ പല പല പ്രശ്നങ്ങളും തുടങ്ങും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒബേസിറ്റി നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി BMI നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് എന്താണെന്ന് അറിയാം. എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് എത്രയാണോ വെയിറ്റ് ഉള്ളത് അത് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ആണ്. അതിപ്പോൾ ഉദാഹരണത്തിന് ഒരു 100 മീറ്റർ ഉള്ള ഒരാളാണെങ്കിൽ 100 × 100 അത് സെൻറ്റിമീറ്ററാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ അത് മീറ്റർ സ്ക്വയറിലായിട്ട് മാറ്റണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡിവിഷൻ ആൻസർ കിട്ടുന്നത് ബിലോ 20 ആണെങ്കിൽ നിങ്ങൾ ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. 20 to 25 വരികയാണെങ്കിൽ അത് നോർമലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ എബോ 20 to 25 വരുമ്പോൾ അത് ഓവർ വെയിറ്റ് ആയി. 30 എബോവ് വരികയാണെങ്കിൽ എന്താണ്? ഒബേസിറ്റി ഗ്രേഡ് 1 ആയി. 35 to 40 ഒബേസിറ്റി ഗ്രേഡ് 2. അങ്ങനെയാണ് അതിന് ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കാറ്റഗറി നോക്കുകയും നമ്മൾ നോർമലാണെന്ന് കൺഫേം ചെയ്യണം. നമ്മുടേത് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ രീതി നോക്കണം. ഇന്ന് പേഷ്യൻസ് വരുന്ന സമയത്ത് കുട്ടികളിലാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാവാറുള്ളത്. എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഒബേസിറ്റിയുടെ പ്രൈമറി സൈൻ എന്താണ്?
നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ കക്ഷങ്ങളിലും കൈയുടെ മടക്കുകളിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം. നമ്മുടെ കുട്ടികൾക്ക് ഈ കാര്യം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാക്കുക എന്താണ് ഹൈ കലോറിയാണ്, കുട്ടി ഒബേസിറ്റിയിലേക്ക് പോവാണ്. അപ്പോൾ ആ കാര്യം നമ്മളിലും നമ്മുടെ കുട്ടികളിലും നമ്മുടെ ഈ ഫാമിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നമ്മുടെ ഡയറ്റും കാര്യങ്ങളും മാറ്റാൻ പറ്റും. ഈ ഡയറ്റ് എന്നുള്ളത് ഒരു പ്രായ ആൾക്കാരല്ല, 30-35 പ്രസവത്തിന് ശേഷം വന്ന അല്ലെങ്കിൽ ഒരു 40 വയസ്സിലെ കല്യാണത്തിന് മുമ്പുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യമല്ല. ഭക്ഷണ ക്രമീകരണം എന്നുള്ളത് നമ്മുടെ ജീവിത രീതി തന്നെയാണ്. ഈ രൂപത്തിൽ നമ്മൾ ഭക്ഷണ ക്രമീകരണങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 5 മുതൽ 8 കിലോ വരെ നമുക്ക് സിമ്പിളായിട്ട് കുറക്കാം. ഓവർ സ്ട്രെയിൻ ഇല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഈ കുട്ടികളിലെയും നിങ്ങളിലെയും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഈ പറഞ്ഞ പോഷനുകളും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും പ്രാഥമിക സൈൻ. രണ്ടാമത് എന്തായിരിക്കും? സംസാരിക്കുമ്പോൾ കിതപ്പുണ്ടാവുക. രാത്രി ഉറക്കത്തിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ശ്വാസം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരിക, ഏത് സമയത്തും ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുക. ഈ കാര്യങ്ങളാണ് ഒബേസിറ്റിയുടെ പ്രാഥമിക തെളിവ്. നമുക്കിപ്പം എക്സാമിനേഷൻ ലെവലിലേക്ക് പോകണം, ഇൻവെസ്റ്റിഗേഷൻ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? HbA1c ചെക്ക് ചെയ്യാറുണ്ട്, ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാറുണ്ട്. ഈ ലിപ്പിഡ് പ്രൊഫൈൽ ട്രൈഗ്ലിസറൈഡ് ഒക്കെ ഹൈ ആയിരിക്കും. ചില കേസുകളൊക്കെ 300-400 ഒക്കെ ഉണ്ടാകുന്ന കേസുകളുണ്ട്. കാരണം എന്താ? പുള്ളി കൊളസ്ട്രോൾ നോക്കും, ചിലപ്പോൾ നോർമൽ ആയിരിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോഴാണ് ചീത്ത കൊളസ്ട്രോളും കാര്യങ്ങളും റേഷ്യോസും മനസ്സിലാവുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ നേരത്തെ പറഞ്ഞ കറുപ്പ് നിറത്തിന്റെ അടയാളത്തിലൂടെയും അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടിലൂടെയും നമുക്ക് കൊളസ്ട്രോൾ ഈ പറഞ്ഞ ഒബേസിറ്റി ഉണ്ടോ ഇല്ലെന്ന് എളുപ്പം മനസ്സിലാവും. അപ്പോൾ ഇത് ക്രമീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കും. ഇനി നമുക്ക് ഭക്ഷണ രീതിയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കാം. വളരെ സിമ്പിളായിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഡൈജഷൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ത്രിഫല പൗഡർ ഒരു 1/2 ടീസ്പൂൺ മോർണിംഗും 1/2 ടീസ്പൂൺ രാത്രിയും കഴിക്കുക. ഡൈജഷൻ സ്മൂത്ത് ആയിട്ട് നടക്കും, ബോഡിയിൽ ഫാറ്റിൻ്റെ അക്യുമുലേഷൻ കുറയും. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നുള്ള തോന്നുന്ന രൂപത്തിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒരു 3 ഗ്രാം ചുണ്ണാമ്പക്കിയുടെ ഇല തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം എന്ത് ചെയ്യും? ഒബേസിറ്റി കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്ത് കിട്ടാൻ സഹായകരം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. റൈസിന് പകരമായിക്കോട്ടെ, നമ്മളിപ്പം പണ്ടൊക്കെ ഈ പറഞ്ഞ ബ്രൗൺ റൈസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇപ്പം എന്താണ്? പോളിഷ് റൈസാണ്. നമ്മൾ വിചാരിക്കുക റൈസ് ഒരു നേരമല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. അല്ല, രാവിലെ പുട്ട് റൈസാണ്. വൈറ്റ് വിഷം എന്നാണത് പറയുക, പഞ്ചസാരയേക്കാൾ വിഷമുള്ള സാധനമാണ് ഈ പറഞ്ഞ റൈസ്. പത്തിരിക്ക് റൈസാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിയിലേക്ക് കാർബോഹൈഡ്രേറ്റും ഷുഗറും ഫാറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അളവൊന്ന് കുറയ്ക്കുക. ഇപ്പം രാവിലെ ഒരു കഷ്ണം പുട്ടും നന്നായിട്ട് ഒരു കപ്പ് കടലക്കറിയും കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു മുട്ട റോസ്റ്റ് 1-2 മുട്ട റോസ്റ്റ് കൊടുക്കുക. അത് ഹെൽത്തിയാണ്, പ്രോട്ടീൻ ഇതും ബാലൻസിങ് ആണ്. അതോടൊപ്പം വെജിറ്റബിൾസും കൊടുക്കുക. പറ്റുകയാണെങ്കിൽ വെജിറ്റബിൾസ് കൊടുക്കുന്ന നിർബന്ധമില്ല. എന്ത് ചെയ്യുക? വൈകിട്ടത്തെ ലഞ്ചിൽ മാറ്റിയാൽ മതി. ലഞ്ച് നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാനാണ് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഒരു കപ്പ് വൈറ്റ് റൈസ് ആണ്, കുഴപ്പമൊന്നുമില്ല, വൈറ്റ് റൈസ് കൊടുക്കാം. ബ്രൗൺ റൈസ് എങ്ങനെയെങ്കിലും ശീലിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. മാർക്കറ്റിൽ പല തരത്തിൽ ബ്രൗൺ റൈസ് അവൈലബിൾ ആണ്. നമ്മൾ ഒരു കപ്പ് ബ്രൗൺ റൈസ് കൊടുക്കുകയും 1 കപ്പ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുട്ടയോ ഇറച്ചിയോ മീനോ എന്തെങ്കിലും കൊടുക്കുക. അതിനുശേഷം ഒരു 1 കപ്പ് വെജിറ്റബിൾസും കൊടുക്കുക. ഇത് ഐഡിയൽ. ഈ രൂപത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും മാറ്റുകയാണെങ്കിൽ, ഡിന്നറൊക്കെ നല്ല ഒബേസുള്ള ആൾക്കാരാണെങ്കിൽ, പ്രശ്നമൊന്നും നല്ല ബോഡിയിൽ വെയിറ്റൊക്കെ ഉള്ള ആളാണെങ്കിൽ പരമാവധി റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഓട്സ് കഴിക്കാൻ നോക്കുക. റാഗിയുടെ ദോശയോ കാര്യങ്ങൾ കഴിക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുക? വെജിറ്റബിൾസ് കഴിക്കുക. ഒരു പ്രോട്ടീൻ ആവശ്യമാണെങ്കിൽ ഒരു മുട്ട എന്തെങ്കിലും കഴിക്കുക. ആൾക്കാരെന്താ വിചാരിക്കുക? കടലേ മുട്ട കഴിക്കുക. ഈ ഡോക്ടർ പറയണത് റിച്ച് ഇട്ട ആൾക്കാർക്കല്ലേ പറ്റുള്ളൂ. ഒരിക്കലല്ല. കാരണം എന്താ? മാർക്കറ്റ് നിങ്ങൾ വേറെ എന്തിനേക്കാളും ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ് മുട്ട. നിങ്ങൾക്ക് ഡയറ്റിൽ വളരെയധികം ഉപയോഗിക്കാം. റൈസിൻ്റെ അതേ എമൗണ്ട് എന്തിനുള്ളൂ? ഈ പറയണ റാഗിക്കുള്ളൂ. റാഗി നിങ്ങൾക്ക് അരച്ച് ദോശയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നിങ്ങളെ ക്യാഷ് കുറച്ച് ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടാവും, ഡയബറ്റിക്കും കൊളസ്ട്രോൾ കാര്യത്തിൽ രക്ഷപ്പെടാനും പറ്റും. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതേ സാധനങ്ങൾ നിങ്ങൾ വേണ്ടി വരും, ഡയബറ്റിക് ആവും. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആ സമയത്ത് വേണ്ടി വരും. അപ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ ഈ രൂപത്തിൽ വരുത്തുകയാണെങ്കിൽ, ഫുഡ് പ്ലേറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം 3-1 കാർബോഹൈഡ്രേറ്റ് ആക്കുക, ഈ പറഞ്ഞ ഒരു കഷ്ണം പുട്ടെടുക്കുക, അതോടൊപ്പം തന്നെ ധാന്യങ്ങളായിട്ടുള്ള മുട്ട എടുക്കുക, ധാന്യങ്ങളായിട്ടുള്ള കടല എടുക്കുക, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് മുട്ട എടുക്കുക. അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഐഡിയൽ ആയിട്ടുള്ള ലഞ്ചും ഡിന്നറും കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് നമ്മൾ അറിയാതെ തന്നെ പതിയെ കുറച്ച് വരും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. വെയിറ്റ് ചില പേഷ്യൻസ് ഡോക്ടർ ഞാൻ എന്ത് ചെയ്തിട്ട് വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ പ്രശസ്ത നടിയുണ്ട് വിദ്യാബാലൻ പറഞ്ഞിരുന്നു. വിദ്യാബാലനൊക്കെ അറിയാൻ പറ്റില്ല, എല്ലാവരും ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്. അപ്പോൾ അവർ എല്ലാവിധ ഡയറ്റീഷ്യൻ്റെ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത്
വ്യത്യസ്ത തരം അഡ്വൈസ് തേടി, എന്നിട്ട് യാതൊരു ഫലമില്ല. ബോഡി വെയിറ്റ് കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. അപ്പോൾ എന്താണ് ആൻഡ് ഇൻഫ്ലമേറ്ററി, ഇപ്പോൾ അവസാനം അവരുടെ ഡയറ്റാണ് ക്ലിക്ക് ആയിക്കൊണ്ടത്, ഇൻഫ്ലമേറ്ററി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റായിട്ട്. ഇപ്പോൾ അറിയാതെ ബോഡിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേറ്ററി ആക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരിലും ഉണ്ടാവില്ല, പക്ഷെ അത് എന്ത് ചെയ്തിട്ട് തടിക്കാത്ത ആൾക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. അതിൻ്റെ കാരണം എന്തൊക്കെയാണ്? കൃത്യസമയമില്ലാത്ത ഉറക്കം. നിങ്ങൾ പല ഡയറ്റിൽ ഇപ്പം പല വാട്സപ്പ് ഗ്രൂപ്പുകൾ ഡയറ്റുകളുണ്ട്, പല പെയ്ഡ് ഗ്രൂപ്പ് ഡയറ്റ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ ചേരുമ്പോൾ എന്താ സംഭവിക്കുക? അവരാദ്യം ചോദിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ വെക്കണം, പേഴ്സണലായിട്ടൊരു ബോട്ടിൽ വെക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും കാലം നിങ്ങളത് കുടിച്ചിട്ടുണ്ടായിരുന്നോ? അത് വലിയൊരു ടാസ്ക്കാണ്. ചില ആൾക്കാർ പറയും ഡോക്ടർ ആ ഗ്രൂപ്പ് ചേർന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി ഡോക്ടർ, എന്താ ഇത്ര വെള്ളം കുടിക്കണം? അത്രയും വെള്ളം അവർ നിർബന്ധമായിട്ടൊരു ദിവസം കുടിക്കേണ്ടതാണ്. അപ്പോൾ അതൊരു ഹെവി ടാസ്ക്കാണ്. ഇത്രയും വലിയ ബോട്ടിൽ ഞാൻ തീർക്കണമെന്നുള്ളത് ചോദിക്കണം. അത് നോർമലി അവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഉറക്കം. കാരണം അവരെ വിളിച്ചു ചോദിക്കും 10 മണിക്ക് ഉറങ്ങിയോ, അല്ലെങ്കിൽ രാവിലെ 4 മണിക്ക് 5 മണിക്ക് എഴുന്നേൽപ്പിക്കും, അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കേണ്ടി വരും, അതിൻ്റെ വർക്കൗട്ടിൻ്റെ സെൽഫി എടുക്കേണ്ടി വരും. അപ്പോൾ ഈ 10 മണിക്ക് ഉറങ്ങുന്ന കാര്യം എന്താണ്? നോർമലി പറഞ്ഞാൽ അവർ കേൾക്കൂല. അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം ഉറക്കാണ്. ആദ്യം പറഞ്ഞ വെള്ളം കൂടിയാണ്, രണ്ടാമത്തെ കാര്യം ഉറക്കാണ്. ഈ ഉറക്കം നിങ്ങൾ പ്രോപ്പർ സമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ഡയറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഉറക്കവും അതോടൊപ്പം തന്നെ എന്താണ്? വെള്ളവും നിർബന്ധമായിട്ടും നിങ്ങൾ ഡയറ്റ് മാത്രമല്ല, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നതിന് മാത്രമല്ല, ഈ ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാതെ കൊണ്ടുവരുന്ന സാധനമാണ് ബേക്കറി ഐറ്റംസ്. ഹൈ റിച്ച് കലോറി. ഇപ്പോൾ കേക്ക് ആയാലും പാസ്ട്രീസ് ആയാലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ അതിലൊക്കെ കോൺ സിറപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അത് ഹൈ കലോറിയാണ്. അതുപോലെ പിന്നെ ഈ ട്രാൻസ്ഫാറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ബോഡി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഡബിളായിട്ടാണ് ബോഡി വെയിറ്റ് കൂട്ടുക. ആൾക്കാർ ഞാൻ എപ്പോഴെങ്കിലും ഒരു സമൂസല്ലേ കഴിക്കുന്നത്, എപ്പോഴെങ്കിലും ഒരു പപ്സല്ലേ കഴിക്കുന്നുള്ളൂ, ഒരു കഷ്ണം കേക്കല്ലേ കഴിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഡയറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ ഫസ്റ്റ് 3 months യാതൊരു കാരണവശാലും ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്താണ്? അത് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഹാപ്പി. ഒരു 1 week കഴിയുമ്പോൾ ഒരു 1 kilo കുറഞ്ഞല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിക്കൊണ്ട് ചെയ്യാം. ഒരു യാതൊരുവിധ എക്സ്ട്രാ ടാസ്കോ കാര്യങ്ങളോ ചെയ്യേണ്ടില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ രാത്രിയത്തെ ഭക്ഷണം നിർബന്ധമായിട്ട് ഡിന്നർ 7 മണിക്ക് മുമ്പായിട്ട് കഴിക്കേണ്ടതാണ്. 7 മണിക്ക് ശേഷം ജസ്റ്റ് ഒരു വാട്ടർ ഫാസ്റ്റിംഗ്, ഒരു വെള്ളം കൂടി മാത്രം ഉപയോഗിക്കുക. ഇന്നെന്താവും? ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ബോഡി വെയിറ്റ് ഒരു 1 week കൊണ്ട് 1 kg മുതൽ 1.5 വരെ കുറയും. നമ്മളൊരു 1 month നോക്കുകയാണെങ്കിലോ അറൗണ്ട് 5 to 7.5 വരെ കുറയും. ഈ രൂപത്തിൽ ചെയ്യണം നിങ്ങൾ ബോഡിക്ക്. മറ്റൊരു രൂപത്തിൽ ചെയ്യുമ്പോൾ എന്താണ്? ബോഡിക്ക് അത് ദോഷകരമായി ബാധിക്കും. മസിൽസിൻ്റെ പ്രശ്നമാണ്, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രശ്നമാണ്. ഈ രൂപത്തിൽ ചെയ്യാൻ നിങ്ങളൊരു മെഡിസിൻ്റെ അതിൻ്റെ യാതൊരു സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വെയിറ്റ് പൂർണ്ണമായിട്ടും കുറച്ചു കൊണ്ടുവരാനും പറ്റും, സന്തോഷത്തോടെ ജീവിക്കാനും പറ്റും. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.